ഇന്ത്യൻ വിദേശ നയത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത ഒരു അധ്യായത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തിയിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയല്ല കേട്ടോ, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഊർജ്ജ നയം മറ്റൊരു രാജ്യം തീരുമാനിക്കുന്ന വിചിത്രമായ സാഹചര്യം. ഈ പ്രഖ്യാപനം ഇന്ത്യ പൂർണ്ണമായും നടപ്പാക്കിയതായിട്ടാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത്. 2025 ഡിസംബറിലെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 38 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് റഷ്യയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എണ്ണ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. 2025 നവംബറിൽ $3.7 ബില്യൺ ആയിരുന്നു ഇറക്കുമതിയെങ്കിൽ ഡിസംബറിൽ അത് $2.7 ബില്യൺ കുത്തനെ കുറഞ്ഞു. അതായത് 27.1% ഇടിവ്. ആകെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം 34% നിന്നും 24.9% ചുരുങ്ങി. 3 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിഹിതമാണിത്. റഷ്യൻ എണ്ണ വേണ്ടെന്ന് വയ്ക്കുന്ന ഇന്ത്യ പകരം അമേരിക്കയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ എണ്ണ വാങ്ങണമെന്നാണ് US-മായി നാം ഉണ്ടാക്കിയിരിക്കുന്ന കരാർ. നേരിട്ടോ പരോക്ഷമായോ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യില്ലെന്ന് ഉറപ്പു ലഭിച്ചതിനാൽ അധികമായി ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% പിഴത്തീരുവ പിൻവലിച്ചതായും വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ എണ്ണ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ വാങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും വാക്കുപാലിച്ചില്ലെങ്കിൽ വീണ്ടും നടപടിയെടുക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയും ഇതോടൊപ്പമുണ്ട്. ഒറ്റനോട്ടത്തിൽ 25% തീരുവയിൽ നിന്നും 18% എത്തിയത് ലാഭകരമെന്ന് തോന്നാം. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. റഷ്യ നമുക്ക് നൽകിയിരിക്കുന്ന വൻ വിലക്കിഴവ് അമേരിക്കയോ വെനസ്വേലയോ നൽകില്ല. 2022 മുതൽ ഇന്ത്യയുടെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കിയത് റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള എണ്ണയായിരുന്നു. അത് ഉപേക്ഷിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തീർച്ചയായും തളർത്തും. റഷ്യയ്ക്ക് പകരം വെനസ്വേലയെ ആശ്രയിക്കാമെന്നത് ഒരു മരീചിക മാത്രമാണ്. റഷ്യയേക്കാൾ ഇരട്ടി ദൂരമാണ് വെനസ്വേലയിലേക്ക് നമുക്കുള്ളത്. കടൽ കടന്നുള്ള ഈ യാത്ര ഇന്ധനത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കുത്തനെ കൂട്ടും. മറ്റൊരു പ്രധാന പ്രശ്നം എണ്ണയുടെ ഗുണനിലവാരമാണ്. വെനസ്വേലയിൽ നിന്നുള്ള കട്ടി കൂടിയ സൾഫർ അധികമുള്ള ഹെവി ക്രൂഡ് ശുദ്ധീകരിക്കാൻ ഇന്ത്യയിലെ ഭൂരിഭാഗം പൊതുമേഖലാ റിഫൈനറികൾക്കും കഴിയില്ല. റിലയൻസ് പോലുള്ള വമ്പൻ സ്വകാര്യ കമ്പനികളിൽ മാത്രമേ ഇതിനുള്ള സാങ്കേതിക വിദ്യയുള്ളൂ. ട്രംപിന്റെ ഈ കരാർ വഴി ലാഭം കൊയ്യാൻ പോകുന്നത് കോർപ്പറേറ്റുകൾ മാത്രമാണ്. നഷ്ടം സഹിക്കേണ്ടി വരുന്നതോ സാധാരണക്കാരും. അമേരിക്കൻ സൈന്യം വെനസ്വേലൻ പ്രസിഡന്റിനെ തടവിലാക്കി ആ രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് കൈക്കലാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് മേൽ കടുത്ത നടപടികൾ എടുക്കാൻ അമേരിക്ക തുടങ്ങിയത്. റഷ്യയുടെ വരുമാനം ഇല്ലാതാക്കുമെന്ന അമേരിക്കൻ അജണ്ട നടപ്പിലാക്കാൻ ഇന്ത്യയെ സത്യത്തിൽ ബലിയാടാക്കുകയാണ്. അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങി എണ്ണ ഇറക്കുമതിയിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ ഒരു ബാരലിന് $10 മുതൽ $15 വരെ ഇന്ത്യ അധികം നൽകേണ്ടി വരും. ഇത് പ്രതിവർഷം $11 ബില്യൺ അധിക ബാധ്യതയാണ് നമുക്ക് വരുത്തിവെക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ രാഷ്ട്രീയ കളികൾക്ക് ഇന്ത്യയുടെ ഇന്ധന നയം പണയം വെക്കരുത്. കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ട്രംപിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ സാധാരണക്കാരന്റെ നിലവിളി കേൾക്കാതെ പോകരുത്. രാജ്യ താൽപര്യത്തെക്കാൾ വലുതല്ല ഒരു വ്യാപാര കരാറും.